നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളാണ്. അനധികൃത കുടിയേറ്റക്കാരെ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നും അവർ ഈ രാജ്യത്ത് വന്ന് ഒരുപാട് കൊള്ളരായ്മകൾ കാട്ടിക്കൂട്ടുന്നു എന്നൊക്കെയാണ് ട്രംപ് എപ്പോഴും പരാതി പറയാറുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ അദ്ദേഹം ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കാനും തുടങ്ങി. പക്ഷേ അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇവരുടെ കയ്യിലും കാലും എല്ലാം ചങ്ങലക്കിട്ടാണ് അമേരിക്കയുടെ സൈനിക വിമാനങ്ങളിൽ ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഏതായാലും അമേരിക്കയിൽ എത്തിയിട്ടുള്ള ഈ അനധികൃത കുടിയേറ്റക്കാരിൽ ഒരു വലിയ വിഭാഗം പേർ ഒരുപക്ഷെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ അവരിൽ നന്നായി പണിയെടുക്കുന്നവരും ഉണ്ടായിരുന്നു. ഒരുപാട് സാധാരണ ജോലികൾ ചെയ്യുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെല്ലാവരും നാട് കടത്തി കഴിഞ്ഞപ്പോൾ അമേരിക്ക ശരിക്കും പ്രതിസന്ധിയിലായി. കാരണം ഇവർ ചെയ്യുന്ന ജോലി അവിടുത്തെ അമേരിക്കയിലെ വലിയ സായിപ്പന്മാർക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ട്രംപിൻ്റെ നടപടികളൊക്കെ തന്നെ ഒരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം. അമേരിക്കയിലെ ജോർജിയയിലുള്ള ഹുണ്ടായും എൽ ജിയും ചേർന്ന് സംയുക്തമായി അവിടെ നടത്തുന്ന ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു. ഇവിടേക്ക് ഒരു 500ഓളം വരുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ, ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ ഇരച്ചു കയറുകയായിരുന്നു. ഇവിടെ മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പിടികൂടുകയും ഏതാണ്ട് 300ഓളം ജീവനക്കാരാണ്. ഇവരെല്ലാവരും തെക്കൻ കൊറിയക്കാരാണ്. ഹുണ്ടായുടെ ആസ്ഥാനം നമുക്കറിയാം ദക്ഷിണ കൊറിയയാണ്. ഈ കൊറിയക്കാരെ എല്ലാവരെയും കൂടെ പിടിച്ചുകൊണ്ട് വരികയും അവരെ നിർത്തി ചുവരിനോട് ചേർത്ത് നിർത്തിയതിന് ശേഷമാണ് റെയ്ഡ് നടത്തിയത്. ഇവർ അനധികൃത കുടിയേറ്റക്കാരാണെന്നും കുഴപ്പക്കാരാണെന്നും എല്ലാം പറഞ്ഞ് അവരെ അങ്ങേയറ്റം അപമാനിക്കുകയും ഏതാണ്ട് 9 മണിക്കൂറോളമാണ് അവരെ ഇതേ രീതിയിൽ അവിടെ നിർത്തി അപമാനിച്ചത്. മാത്രവുമല്ല, ഈ റെയ്ഡിനായി വന്ന ഉദ്യോഗസ്ഥന്മാർ വംശീയ അധിക്ഷേപം വരെ നടത്തി എന്നാണ് പറയപ്പെടുന്നത് ഈ വ്യക്തികളുടെ പേരിൽ. ഒടുവിൽ അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ജയിലിലാണെങ്കിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് നൽകിയിരുന്നതില്ല. അവർക്ക് പുതപ്പില്ലായിരുന്നു. ഇവരെ പാർപ്പിച്ച മുറികൾക്ക് ജനലുകളോ അതിന് കാറ്റ് കിടക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. നിലത്ത് കിടക്കേണ്ടി വന്നു. വളരെ മോശമായ ഭക്ഷണം കൊടുത്തു. ഇതെല്ലാം കൊണ്ട് പരമാവധി ട്രംപിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയത്. ഇക്കാര്യം അറിഞ്ഞ ദക്ഷിണ കൊറിയൻ സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടു. അവർ അവിടെ നിന്ന് അവരുടെ വിദേശകാര്യമന്ത്രിയെ തന്നെ അമേരിക്കയിലേക്ക് അയച്ചു. കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമാക്കിയതിന് ശേഷം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ഇവരെല്ലാം തിരികെ കൊറിയയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ദക്ഷിണ കൊറിയയിലേക്ക് അവർ മടങ്ങിപ്പോയപ്പോഴാണ് ട്രംപ് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഇവർ ചെയ്യുന്ന ജോലി ഇവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, കൊറിയക്കാർ സാങ്കേതിക മേഖലകളിലെ അത്യുഗ്രന്മാരാണ്. അസാമാന്യമായ കഴിവുള്ളവരാണ് സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കൊറിയക്കാരെല്ലാവരും തന്നെ. അമേരിക്കയിൽ നിർമ്മിക്കുന്ന ചെറിയ ചിപ്പുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ മുതൽ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ മുതൽ ട്രെയിനും കപ്പലും വരെ നിർമ്മിക്കുന്ന കാര്യത്തിൽ വൈദഗ്ധ്യം നേടിയവരായിരുന്നു കൊറിയക്കാർ. ഇവർ പിടിച്ചുകൊണ്ടുപോയ ആളുകൾ മോശക്കാരായിരുന്നില്ല, മിടുക്കന്മാർ തന്നെയായിരുന്നു. അവരിൽ എഞ്ചിനീയർമാരുണ്ടായിരുന്നു, സാധാരണക്കാരായ മെക്കാനിക്കുകളുണ്ടായിരുന്നു, നിരവധി ജീവനക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും ഒരുമിച്ച് കയറ്റിവിടുകയും ചെയ്തു. പെട്ടെന്നാണ് ട്രംപിന് ബുദ്ധി വെച്ചത്. ഇവരെ അങ്ങോട്ട് വിടേണ്ടിയിരുന്നില്ല, ഇവരെ ഇവിടെ നിർത്തി ഇവിടെയുള്ള അമേരിക്കക്കാർക്ക് പരിശീലനം നൽകാൻ ഉപയോഗിക്കാമായിരുന്നല്ലോ എന്ന ചിന്ത ട്രംപിന് വന്നു. ട്രംപ് തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഇപ്പോൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ മടങ്ങി വരൂ, നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ആളുകളെയൊക്കെ ഇതൊക്കെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാക്കുക. കാരണം ഇവിടുത്തെ ഈ പല ഇലക്ട്രോണിക് വ്യവസായ മേഖലയിലൊക്കെ തന്നെയുള്ള പല സ്ഥാപനങ്ങളും ഇപ്പോൾ സ്തംഭിച്ച അവസ്ഥയിലാണ്. കാരണം കൊറിയക്കാർ അതുപോലെയുള്ള സാങ്കേതിക വൈദഗ്ധ്യം നേടിയ നിരവധി തൊഴിലാളികളെയാണ് ഇവിടെ നിന്ന് നാട് കടത്തിയത്. മാത്രവുമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഈ ജീവനക്കാരെ ഇവർ ഉത്തര കൊറിയക്കാരാണെന്ന് കരുതിയാണ് ഇത്രയും മോശമായി പെരുമാറിയത് എന്നാണ്. ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നും അമേരിക്കയും തമ്മിൽ അല്ലെങ്കിൽ ട്രംപും തമ്മിലൊന്നും അത്ര നല്ല ബന്ധത്തിലല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം. എന്നാൽ അയാളുടെ അനുയായികൾ എന്ന് തെറ്റിദ്ധരിച്ച് ഈ ജീവനക്കാരോട് വളരെ മോശമായി ഇത്രയും നിലവാരമില്ലാത്ത രീതിയിൽ പെരുമാറിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്ന മറ്റൊരു കാര്യം. ഏതായാലും ട്രംപ് സ്വയം 8ൻ്റെ പണി വാങ്ങിയെന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയ ആവട്ടെ ഈ ജീവനക്കാരെ തിരികെ അയക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുക മാത്രമല്ല, അവർ പറയുന്നത് ഇത് ശരിയാണെന്ന് അമേരിക്ക മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ വിദഗ്ധരായ തൊഴിലാളികളെ, മെക്കാനിക്കുകളെ, നിങ്ങളുടെ രാജ്യത്തിന് സേവനം നടത്താൻ വന്ന ആളുകളോട് ഇത്രയും അപമര്യാദയായി പെരുമാറിയതിന് അമേരിക്ക സമാധാനം പറയണം എന്ന നിലപാടാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയ സ്വീകരിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ പോയ കൊറിയക്കാരെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ട്രംപ് നിരന്തരം ഇനി ഒരുപക്ഷെ അവിടുത്തെ പ്രസിഡന്റിനോടോ മറ്റോ അഭ്യർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണയായാൽ മാത്രമല്ല, ചിലപ്പം ക്ഷമാപണം നടത്തിയിട്ടാണെങ്കിലും അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടുത്തെ പല വ്യവസായ സംരംഭങ്ങളും
വെട്ടിലാകുമെന്ന സത്യം ഒടുവിലെങ്കിലും ട്രംപ് വൈകി മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് ഒരു ഹുണ്ടായുടെ ഈ കാർ ബാറ്ററി ഫാക്ടറിയിൽ സംഭവിച്ചത് മാത്രമല്ല, ഒരുപാട് സ്ഥാപനങ്ങളിൽ വൈദഗ്ധ്യമുണ്ടായിരുന്ന ആളുകളെ നാട് കടത്തിയിരുന്നു. അതുപോലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നമ്മൾ ചെരുപ്പ് നന്നാക്കി അല്ലെങ്കിൽ അതുപോലെയൊക്കെ ചെറിയ ജോലി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും ക്രിമിനലുകളുടെ പട്ടികപ്പെടുത്തിയാണ് അമേരിക്ക നാട് കടത്തിയത്. ഏതായാലും വൈകിയെങ്കിലും ട്രംപിന് ബുദ്ധി ഉദിച്ചിരിക്കുന്നു. പക്ഷേ അല്പം വൈകിപ്പോയി എന്ന് മാത്രം. കൊറിയ ഏതായാലും ട്രംപിൻ്റെ ഈ ഒരു ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശരിക്കും വെട്ടിലാകുക സായിപ്പന്മാർ തന്നെയായിരിക്കും.